ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധരം ചെയ്ത് മയക്കിയത് ആർ? ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ അത്ര എന്നു വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠെ നമുക്കെല്ലാവർക്കും ആയിരിക്കാം. ആ വാക്യത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചില പദങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ആരും വേദനിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആ പദങ്ങൾ പൗലോസ് ഗലാത്യ സഭയോടുള്ള ബന്ധത്തിങ്കിലും ആമേൻ തനിക്ക് ആമേൻ ഹല്ലേലൂയ തൻ്റെ ഹൃദയത്തിനകത്തുണ്ടായ ആത്മീയ ആമേൻ വേദനയോടുള്ള ബന്ധത്തിങ്കിലും ഒക്കെ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ ആ പദങ്ങളൊന്നും അല്ല വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ട് നമുക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ആ മെസ്സേജ് മാത്രം എടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആമേൻ ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മധ്യത്തിങ്കൽ ഞാൻ എന്ത് ചെയ്തു? വരച്ച് കാണിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വളരെ വ്യക്തമായിട്ട് പൗലോസ് ഗലാത്യ ആമേൻ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. അതിലവർ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചു, ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ അവകാശികളായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മറുവശത്ത് ആമേൻ ജുഡായിസേഴ്സ് ആമേൻ പ്രൈസ് ദി ലോർഡ് അവർ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചത് കൊണ്ട് മാത്രം രക്ഷ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ന്യായപ്രമാണത്തെയും കൂടെ പ്രമാണിക്കണം. അതായത് പരിച്ഛേദനയും കൂടെ ഏറ്റെങ്കിൽ മാത്രമേ രക്ഷ ആമേൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആമേൻ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് ദൈവത്തിൻ്റെ ഭവനക്കാരായി തീർന്ന അവര് അറിയാതെ എന്ത് ചെയ്യുകയാണ്? ഈ ഉപദേശത്തിലേക്ക് വഴുതി പോകുവാൻ ഇടവന്നു. അങ്ങനെ വഴുതിപ്പോയ ആമേൻ ആ ജനത്തെ മടക്കി ദൈവവചനത്തിൻ്റെ സത്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തോടെ എഴുതുന്ന 2 അധ്യായങ്ങളാണ്, 3-4 അധ്യായങ്ങൾ. പ്രൈസ് ദി ലോർഡ്. 60 വാക്യങ്ങളാണ് ഈ 2 അധ്യായങ്ങളിലുള്ളത്. ഈ 2 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നു. പൗലോസിൻ്റെ എഴുത്തുകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള എഴുത്തുകളായിട്ട് ഈ 2 അധ്യായങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസ് ആമേൻ ഈ 2 അധ്യായങ്ങളിൽ 6 ആർഗ്യുമെന്റുകളാണ് കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നത്? ആമേൻ രക്ഷ വിശ്വാസത്താൽ മാത്രമാണ്, അതിന് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി ആവശ്യമില്ല എന്ന് ആ ജനത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി 6 ആർഗ്യുമെന്റുകൾ കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിൻ്റെ ഹെഡിങ് മാത്രം പറയാം, അതൊന്നും മുഴുവൻ വിശദീകരിക്കാനല്ല ഞാൻ നിൽക്കുന്നത്. ഒന്നാമതായിട്ട് വ്യക്തിപരമായ ഒരു ആർഗ്യുമെന്റ് ആണ്. 3-ാമത്തെ അധ്യായം 1 തൊട്ട് 5 വരെയുള്ള വേദഭാഗങ്ങൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുക. വ്യക്തിപരമായ ആർഗ്യുമെന്റ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക. നിങ്ങൾ എങ്ങനെയാണ് ആമേൻ ദൈവത്തിൻ്റെ ആമേൻ സന്നിധിയിലേക്ക് കടന്നു വന്നത്? അതിൻ്റെ കാരണം എന്താണ്? ആമേൻ പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എങ്ങനെയാണ് ആരംഭിച്ചത്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വ്യക്തിപരമായ ഒരു ആർഗ്യുമെന്റ് ആമേൻ മുമ്പോട്ട് വെക്കുന്നതാണ് നമുക്ക് പ്രാരംഭമായി കാണുവാൻ കഴിയുന്ന 3-ാമത്തെ അധ്യായം 1 തൊട്ട് 5 വരെയുള്ള വേദഭാഗങ്ങൾ. രണ്ടാമതായിട്ട് സ്ക്രിപ്ചറൽ ആർഗ്യുമെന്റ്. പ്രൈസ് ദി ലോർഡ്. അതായത് പഴയ നിയമത്തിൽ നിന്ന് 6 ആമേൻ ഉദ്ധരണികളെ കൊണ്ടുവന്നിട്ട് പൗലോസ് ഈ ഒരു വിഷയത്തെ തെളിയിക്കുന്നതാണ് 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം തൊട്ട് 14-ാമത്തെ വാക്യം വരെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് ലോജിക്കൽ ആർഗ്യുമെന്റ് ആണ്. 3-ാമത്തെ അധ്യായം 15
18 വാക്യം തൊട്ട് 29 വാക്യം വരെ ഒരു ലോജിക്കൽ ആർഗ്യുമെന്റ്. അവരോട് പറയുക, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മധ്യത്തിലേക്ക് ചില ആശയങ്ങളെ പൗലോസ് മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നാലാമതായിട്ട് ഹിസ്റ്റോറിക്കൽ ആർഗ്യുമെന്റ് ആണ്. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം 1 തൊട്ട് 11 വരെ ചരിത്രപരമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് കൊണ്ടുവരികയാണ്. 5-ാമത്തെ ഭാഗം സെന്റിമെന്റൽ ആർഗ്യുമെന്റ് ആണ്. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം 12 തൊട്ട് 18 വരെ സെന്റിമെന്റൽ ആർഗ്യുമെന്റ്. പ്രൈസ് ദി ലോർഡ്. ഇനി അവസാനമായിട്ട് അലിഗോറിക്കൽ ആർഗ്യുമെന്റ് ആണ്. അത് 4-ന്റെ പ്രൈസ് ദി ലോർഡ് 19 തൊട്ട് 31 വരെയുള്ള വേദഭാഗങ്ങൾ ഒരു അലിഗോറിക്കൽ ആർഗ്യുമെന്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം വിശദീകരിക്കല്ല, നമ്മൾ 1-ാമത്തെ ഭാഗം മാത്രം നോക്കുകയാ, വ്യക്തിപരമായിട്ടുള്ള ആർഗ്യുമെന്റ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മധ്യത്തിൽ എന്ത് ചെയ്തിരിക്കുക? വരച്ച് കാട്ടിയിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആത്മീയ ജീവിതം, നിങ്ങളുടെ രക്ഷ, അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാട്ടെ. നിങ്ങൾ എങ്ങനെ ആരംഭിച്ചത്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വസിച്ചിട്ടാണ് ആരംഭിച്ചത്. നിങ്ങൾ ആത്മാവിലാണ് ആരംഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എങ്ങനെയാണ് ആരംഭിച്ചത് ആത്മീയ ജീവിതം? പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വസിച്ചു. ആരിൽ വിശ്വസിച്ചു? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. എന്തു വിശ്വസിച്ചു? എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസത്താലാണ് രക്ഷ നമുക്ക് ലഭിക്കുവാൻ ഇടവന്നത്. അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. പൗലോസ് തന്നെ യേശു കർത്താവിൻ്റെ ക്രൂശിനെ കുറിച്ച് പല കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് 1-2 കാര്യങ്ങൾ എബ്രായ ലേഖനം പൗലോസ് എഴുതി എന്നുള്ള ചിന്തയിലാണ് ഞാൻ അതിനെ മുമ്പോട്ട് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനത്തിലേക്ക് തന്നെ ഒന്ന് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 2-ാമത്തെ അധ്യായം 14-15 വേദഭാഗങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെ എന്ത് ചെയ്തു? വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ചീന്തി തുറന്നു തന്ന ഒരു പുതുവഴി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിങ്കൽ മനസ്സിലാക്കുവാനും ആണെങ്കിൽ അനേക വാക്യങ്ങൾ ഇതുപോലെ എടുത്ത് നമുക്ക് പ്രസ്താവിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, സ്വർഗത്തിൻ്റെ മഹിമ വിട്ടിട്ട് താണ ലോകത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യനായി പ്രൈസ് ദി ലോർഡ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു വിശ്വാസത്തിന് അപ്പുറമായിട്ട് ഏതൊരു ചിന്താഗതികൾ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നാലും അതിനെ എന്ത് ചെയ്യണം? നമ്മൾ മാറ്റി നിർത്തുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടി 1-2 കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട് ഈ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുക. 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായം അതിൻ്റെ പ്രൈസ് ദി ലോർഡ് 2-3 വേദഭാഗങ്ങൾ ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായം അതിൻ്റെ 2-3 വേദ
വേദഭാഗങ്ങൾ. വായിച്ചാട്ടെ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവത്രേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണം, പദങ്ങൾ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തു, പ്രൈസ് ദി ലോർഡ്. യേശു വന്നെന്നല്ല, പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു, പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്ന് ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ആമേൻ 1 യോഹന്നാൻ തന്നെ, പ്രൈസ് ദി ലോർഡ്. 2 യോഹന്നാൻ അതിൻ്റെ 9-ാമത്തെ വേദം, 1:9. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ട് അല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവനോട് കുശലം പറയരുത്. അവന് കുശലം പറയുന്നവൻ അവൻ്റെ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആമേൻ, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുവാൻ നമുക്ക് അവകാശമില്ല. അത് നമ്മൾ വിശ്വസിച്ചത് കൊണ്ടാണ് സ്വർഗത്തിൻ്റെ മഹിമ വിട്ട് താണ ലോകത്തിലേക്ക് കർത്താവ് വന്നു എന്ന്, ജഡത്തിൽ അവൻ വെളിപ്പെട്ടു എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ആത്മരക്ഷ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാപിക്കുവാൻ ഇടവന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ വിശദീകരിക്കുവാൻ അധിക സമയം എടുക്കുന്നില്ല. ഇവിടെ താഴോട്ട് നമ്മൾ 2, 3, 4, 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ 4 കാര്യങ്ങളാണ്, 4 ചോദ്യങ്ങളാണ് പൗലോസ് ഇവിടെ ചോദിക്കുന്നത്. ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിലേക്ക് വന്നേ, അതിൻ്റെ 2-ാമത്തെ വാക്യം തൊട്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് എന്തുകൊണ്ടാണ്? വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലാണോ? ന്യായപ്രമാണം പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നതാണ് വീണ്ടും ജനനം. അങ്ങനെ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ അവകാശിയായി തീരുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വചനം എന്താ പറയുന്നത്? വെള്ളം, വചനം. പ്രൈസ് ദി ലോർഡ്. വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭം എന്താണ്? 1 പ്രൈസ് ദി ലോർഡ് വിശ്വാസം, 2 ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മൾ ആത്മീയ ജീവിതം ആരംഭിച്ചത് എങ്ങനെയാ? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ പഴയ മനുഷ്യൻ അത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നു? ഇല്ല. ആത്മാവ് നമ്മളിലേക്ക് വന്നിട്ട് അത് വിശ്വസിക്കുവാൻ നമ്മളെ ബലപ്പെടുത്തി ശക്തീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. 1 വിശ്വാസം, 2 ദൈവത്തിന്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പൗലോസ് വളരെ വ്യക്തമായി ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ പ്രൈസ് ദി ലോർഡ് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ടല്ല ആത്മാവ് ലഭിച്ചത്. എന്തുകൊണ്ടാണ് ലഭിച്ചത്? വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാൽ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വചനം വളരെ വ്യക്തമായി പറയുകയാണ്. നമ്മൾ ആരംഭിച്ചത് വിശ്വാസത്താലാണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകേണ്ടത് വിശ്വാസത്താൽ തന്നെയാകണം. നമ്മൾ ആത്മാവിലാണ് ആരംഭിച്ചതെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകേണ്ടത് ആത്മാവിനാൽ തന്നെയാകണമെന്ന് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി
വ്യക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ആമേൻ ആവശ്യമാണ്. ഞാൻ പോകാഞ്ഞ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. കാര്യസ്ഥൻ പരിശുദ്ധാത്മ വരുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ആർക്ക് ബോധ്യപ്പെടുത്തും? ലോകത്തിന് ബോധ്യപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുമ്പോൾ വചനം വളരെ വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് ആത്മീയ ജീവിതം ആരംഭിക്കുക നമുക്കൊരു അവസരം ലഭിച്ചു എന്ന് തിരുവചനം ശക്തമായി നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ. നമ്മൾ റോമലേഖനം 8-ാമത്തെ അധ്യായം 9-ാമത്തെ വേദഭാഗത്തിലേക്ക് ഒന്ന് കടന്നു വരണം. 8:9 അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വചനം പറയുക, ആത്മാവിൽ ആരംഭിച്ചു. ഹല്ലേലൂയ. ആത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തി തന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആത്മരക്ഷ പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളായി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ അധിവസിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ അധിവസിക്കുന്നുവെങ്കിൽ നമ്മൾ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ നമുക്കുള്ളവരല്ല, നമ്മൾ ദൈവത്തിനുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ മുന്നോട്ട് നമ്മുടെ ജീവിതം ചലിക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. ആമേൻ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നു. നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിനുള്ളവർ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ അധിവസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവം നിങ്ങളിൽ നിലനിൽക്കത്തില്ല. ആത്മാവിൽ നിയന്ത്രിതമായ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ വചനം വളരെ വ്യക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് പറയുന്നു. ആമേൻ. തിരുവചനം മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് എഫേസ്യ ലേഖനം 4:30. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. 1 തെസ്സലോനിക്ക 5:19. പ്രൈസ് ദി ലോർഡ്. ആത്മാവിനെ കെടുത്തരുത് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം 5:18 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവിൽ നിറയപ്പെട്ട് സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാലും, ആത്മീയ ഗീതങ്ങളാലും എൻ്റെ കർത്താവിന് മഹത്വം കൊടുക്കണം എന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം തന്നെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിന്റെ 13-14 വേദഭാഗങ്ങളിൽ വെളിപ്പെടുവാനുള്ള വീണ്ടെടുപ്പിന്റെ നാളിനു വേണ്ടി പരിശുദ്ധാത്മാവിൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ചലിക്കപ്പെടുന്നു. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ആത്മാവിനെ കെടുത്തിക്കളയരുത്. ആത്മനിറവില് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചുകൊണ്ട് ആത്മീയ ജീവിതം നയിക്കണം. വീണ്ടെടുപ്പിന്റെ നാളിനു വേണ്ടി ആത്മാവിൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ദൈവമക്കളെ പരിശുദ്ധാത്മ വളരെ ഹൃദയമായിട്ട് നമ്മുടെ ജീവിതത്തോട് പറയുക, ആരംഭിച്ചത് വിശ്വാസത്താലും ആത്മാവിനാലുമാണെങ്കിൽ വിശ്വാസത്താലും ആത്മാവിനാലും നമ്മൾ മുന്നോട്ട് ചലിക്കുന്നവരായി തീരണമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുക. 1-ാമത്തെ ചോദ്യം, ആമേ പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്ക് ആമേ ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന് പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? പ്രൈസ്. 2-ാമത്തെ ചോദ്യം, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പം വചനം വീണ്ടും പറയുക, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അവസാനിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന്. റോമലേഖനം 8-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഹല്ലേലൂയ ന്യായപ്രമാണത്തിന് സാധിക്കാത്തതിനെ സാധിച്ചു തരുവാൻ യേശു കർത്താവ് ഈ ഭൂമി വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജഡം നിമിത്തമല്ല ആരംഭിച്ചത്, നമ്മൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തല്ല, ആത്മാവിൽ ആരംഭിച്ചത്. അങ്ങനെ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിക്കുന്നവരായി തീരരുത് എന്നുള്ള ഒരു സന്ദേശം ഇവിടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായി? ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ആരാധനയാകട്ടെ, നമ്മുടെ ആത്മീയ ജീവിതമാകട്ടെ, ആമേൻ, നമ്മുടെ ഏതെങ്കിലും
ഏതെങ്കിലും ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിൽക്കുന്ന കാര്യമാകട്ടെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട് ഇതെല്ലാം ചെയ്യാമെന്ന്. എന്നാൽ വചനം നമ്മളോട് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മുടെ ശക്തി വേണ്ട. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ആരാധനയോടുള്ള ബന്ധത്തിൽ പറയാറുണ്ട്, നിങ്ങളുടെ മുഴുവൻ ശക്തി എടുത്ത് ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ആമേൻ, നമ്മുടെ ശക്തി കൊണ്ട് ആരാധിക്കേണ്ടതല്ല ആരാധന. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അകത്തളങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ യഥാർത്ഥ പ്രവർത്തനം സംഭവിക്കുമ്പോഴാണ് ആരാധന വെളിപ്പെടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ ആത്മീയ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ പ്രയത്നം കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് എല്ലാം സാധിക്കുമെന്ന ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആര് ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നുവോ, ആരിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിപ്രവർത്തനം സംഭവിക്കുന്നുവോ, ഹല്ലേലൂയ, ആരിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടുന്നുവോ, ആരിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നുവോ, അവരാണ് യഥാർത്ഥത്തിൽ വിജയകരമായ ആത്മീയ ജീവിതം നയിക്കുവാൻ കഴിയുന്നത് എന്ന് വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് നമ്മൾ പലപ്പോഴും ന്യായ പ്രമാണത്തിന്റെ ചില പ്രവർത്തികൾ ചെയ്ത് രക്ഷ പ്രാപിപ്പാൻ ഗലാത്യ സഭയിലെ ചില വിശ്വാസികൾ ശ്രമിച്ചതുപോലെ ഇന്ന് പകൽക്കാല ദൈവമക്കളെ ഏതെങ്കിലും ഒരു പ്രവർത്തികൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. കാരണം എന്താ? ജഡത്തിന്റെ ബലഹീനതയുണ്ട്. ആ ബലഹീനത നിമിത്തം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരു മനുഷ്യന് കഴിയാതിരുന്നപ്പോ അവന്റെ അകത്തളങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് തന്നിട്ട് പൗലോസ് പറയുക, ഞാൻ ഓരോ ദിവസവും എൻ്റെ ജഡശരീരത്തെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാ. എന്നിൽ വസിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യത്തോടെ എൻ്റെ ജഡത്തെ മരിപ്പിച്ചിട്ട് എൻ്റെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരംഭിച്ചത് ആത്മാവിലാണെങ്കിൽ മുന്നോട്ട് നമ്മൾ പോകേണ്ടത് ആത്മാവിന്റെ നിയന്ത്രണത്തിലാകണം, ആത്മാവിന്റെ ശക്തിയിലാകണം, ആത്മാവ് തരുന്ന ബലത്തിലാകണം, ആത്മാവ് തരുന്ന നിയോഗത്തിലാകണം. ഹല്ലേലൂയ. ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിപരമായ ആലോചനകൾക്കനുസരിച്ചായിരിക്കണം. അങ്ങനെയുള്ളവർ ഒരിക്കലും നിരാശപ്പെട്ടു പോകത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലല്ല, സുവിശേഷത്തിന്റെ പ്രസംഗത്തിൽ വിശ്വസിച്ചു, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാണ് രക്ഷ പ്രാപിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആ രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമെന്നല്ല വചനം പറയുന്നത്. മറിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ ആത്മാവിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ആത്മനിയന്ത്രിതമായ പ്രവൃത്തി ഉണ്ടാകണം, ആത്മനിയന്ത്രിതമായ ആരാധന ഉണ്ടാകണം, ആത്മനിയന്ത്രിതമായിട്ടുള്ള മുന്നോട്ടുള്ള വെളിപ്പാടുകൾ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക നമുക്ക് ഇടവരണമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാ. എത്ര പേർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തും? പ്രൈസ് ദി ലോർഡ്. ആരംഭിച്ചത് വിശ്വാസത്താല, ആരംഭിച്ച ദൈവത്തിന്റെ ആത്മാവിനാല. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധി വന്നിട്ട് നമ്മൾ വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പ്രസാദിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വചനത്തിന് പറയാനുള്ളത്, നമ്മൾ കൊടുക്കുന്നതിന്റെ ഭാരമുള്ള വിഷയത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത്, മറിച്ച് നമ്മളെ ദൈവസന്നിധി കൊടുക്കണം. നമ്മളെ എപ്പോഴാണ് കൊടുക്കുന്നത്? ആത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായിട്ട് സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഞാൻ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജീവിതത്തിനകത്ത് ആത്മീയ ജീവിതം എന്ന് പറയുന്നത് വളരെ ഒരു ആനന്ദത്തിന്റെ ജീവിതമാണ്, വളരെ ഒരു സന്തോഷത്തിന്റെ ജീവിതമാണ്, അതൊരു വലിയ വിടുതലിന്റെ ജീവിതമാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, പൗലോസ് പറഞ്ഞു ലാഭമായതിനെ ഞാൻ ഛേദമെന്ന് എണ്ണി. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിനകത്ത് കർത്താവിന്റെ നാമത്തെ പ്രതി ലാഭം എന്ന് ലോകപ്രകാരം തോന്നുന്ന വിഷയങ്ങളെ വേണ്ടെന്ന് വെക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തൊക്കെ ഈ ആത്മീയ ജീവിതത്തിൽ നേടിയെന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിനോടുള്ള ബന്ധത്തെങ്കിൽ എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുക, എൻ്റെ കർത്താവിന് ഹിതമല്ല, എൻ്റെ കർത്താവിന് വേണ്ടത് എൻ്റെ കർത്താവിന് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്കത് വേണ്ട എന്ന് പറയുവാൻ നമുക്ക് ഇടവരുന്നുവെങ്കിൽ അതാണ് ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ആരാധന, ഏറ്റവും വലിയ മഹത്വം എന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരംഭിച്ചത് വിശ്വാസത്തിലാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് നമ്മളെ തന്നെ വിലയിരുത്തി നോക്കണം, ആ വിശ്വാസം നമുക്ക് ഇന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്.
ആരംഭിച്ച ദൈവത്തിൻ്റെ ആത്മാവില്ല. പ്രൈസല്ലോ. ആമേൻ. നമ്മളിൽ ഇന്ന് ആത്മാവിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ടോ? പ്രൈസല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഞാനൊന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ചിന്തിക്കുക. പ്രൈസല്ലോ. നമുക്ക് വിശ്വാസം ഉണ്ടോ ദൈവമക്കളെ? പ്രൈസല്ലോ. നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ? പ്രൈസല്ലോ. ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ടോ? ആത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടോ? ആത്മാവ് നമ്മളെ നടത്തുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം നിങ്ങൾ എത്ര ഭാരമുള്ള വിഷയവുമായിട്ട് ഇവിടെ വന്നിരുന്നാലും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ആത്മാവ് വചനത്തിലൂടെ അതിനെ അഡ്രസ്സ് ചെയ്യും. പ്രൈസല്ലോ. ആത്മാവിൻ്റെ ഹൃദയത്തോട് അത് സംസാരിക്കും. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഭാരമുള്ള വിഷയത്തെ സംസാരിക്കും. ഹല്ലേലൂയ. അതിനോട് ഇടപെടും. പ്രൈസല്ലോ. അവിടെ എനിക്കൊരു ആശ്വാസം ദൈവം നൽകി തരും. പ്രൈസല്ലോ. അത് ന്യായപ്രമാണത്തിന് പ്രവൃത്തിയാൽ സാധിക്കത്തില്ല. അത് ആത്മാവുമായിട്ടുള്ള വ്യക്തിപരമായ കൂട്ടായ്മയിലാണ് അത് സാധിക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മളോട് ഹൃദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസല്ലോ. മൂന്നാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? അടുത്തത്, ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? പ്രൈസല്ലോ. പൗലോസ് ചോദിക്കുക ഗലാത്യ സഭയോട്, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ നിങ്ങൾ എത്ര കഷ്ടത സഹിച്ചു? പ്രൈസല്ലോ. ഇത്രയെല്ലാം വെറുതെയാണോ നിങ്ങൾ സഹിച്ചത്? പ്രൈസല്ലോ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് അവസാനം ജഡം കൊണ്ട് അവസാനിക്കാൻ വേണ്ടിയാണോ ഈ കഷ്ടതയെല്ലാം സഹിച്ചത്? പ്രൈസല്ലോ. ഞാൻ ചോദിക്കുന്ന ആമേൻ, ആ വചനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസല്ലോ. ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിന് വേണ്ടി വില കൊടുത്തവരവിടെ എല്ലാവരും ഇരിക്കുന്നത്. പ്രൈസല്ലോ. അതെനിക്ക് വളരെ വ്യക്തമായി ബോധ്യമുണ്ട്. പ്രൈസല്ലോ. വെറുതെ അല്ല നമ്മൾ കഷ്ടത സഹിച്ചത്, വെറുതെ അല്ല നമ്മൾ വില കൊടുത്തത്. ആമേ പ്രൈസല്ലോ. അതിനൊരു ലക്ഷ്യമുണ്ട്. ആമേ പ്രൈസല്ലോ. അതിനകത്ത് ദൈവം പകർന്നിരിക്കുന്ന ഒരു വലിയ പ്രത്യാശയുണ്ട്. ഇത് അകത്തളങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ഇന്നും ചില കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ വചനത്തിന് പറയുവാനുള്ളത്, ഈ കഷ്ടതകൾക്കപ്പുറത്തൊരു ദൈവത്തിന്റെ മഹത്വമുണ്ട്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പകൽക്കാലം ഇടവരണം. പ്രൈസല്ലോ. നമ്മൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചുവെങ്കിൽ, വിശ്വാസം കൊണ്ട് ആരംഭിച്ചുവെങ്കിൽ, നമ്മൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടതകൾ സഹിച്ചുവെങ്കിൽ അത് വെറുതെ ആമെ സഹിച്ചതല്ല. അതിനൊരു ഉദ്ദേശമുണ്ട്, അതിനൊരു പദ്ധതിയുണ്ട്. ആമെ പ്രൈസല്ലോ. ഇവിടെ നിന്ന് നോടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയ തേജസ്സിന്റെ നിത്യഗാനം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? നോടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഗാനം. ഹല്ലേലൂയ. ആമേൻ. ഈ ഒരു പ്രത്യാശ ജീവിതത്തിനകത്തുള്ളത് കൊണ്ട് ഇവിടെ ചില കഷ്ടതകൾ നമുക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞത്. പ്രൈസലോ. ആത്മാവിൽ ആരംഭിച്ചു, ആത്മാവിൽ ചലിക്കുകയാ. ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം. പ്രൈസലോ. ആമേൻ. ആത്മസഹായം ഇല്ലാതെ ആർക്കെങ്കിലും കഷ്ടതയെ അതിജീവിക്കാൻ പറ്റുമോ? പ്രൈസ്. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. ഒരു കൈ മുറിഞ്ഞെന്ന് വിചാരിക്കുക. കൈ ഒരു ചെറിയ മുറിവ്. ആ വേദന നമുക്ക് നമ്മുടെ ജഡത്തിൽ സഹിക്കാൻ ബുദ്ധിമുട്ടല്ലേ? പ്രൈസ്. പക്ഷെ അതിനേക്കാൾ എത്രയോ വലിയ മുറിവുകൾ നമ്മുടെ ഹൃദയത്തിനകത്തളങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ എത്രയോ വലിയ ആഴമായിട്ടുള്ള മുറിവുകൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പ്രൈസ്. എന്നാൽ ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ സന്നദ്ധിയിൽ ആമേൻ നന്ദിയുള്ള ഹൃദയത്തോടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ അകത്തളങ്ങളിൽ അധിവസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നാം അറിയാതെ തന്നെ ചില മുറിവുകളെ അവൻ കെട്ടി. ഹല്ലേലൂയ. നാം അറിയാതെ തന്നെ ചില മുറിവുകളെ അവൻ ആമേൻ ഹല്ലേലൂയ ഹീൽ ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല സന്തോഷം അവിടെ നൽകി തരുവാൻ ഇടവന്നു, പ്രത്യാശ നൽകി തരുവാൻ ഇടവന്നു. പ്രൈസലോ. ആത്മാവിലാണ് ആ കഷ്ടതകളെ സഹിക്കുക നമുക്ക് ഇടവന്നത്. പ്രൈസലോ. ഹല്ലേലൂയ. റീബാന ശംദന രാജഗസ്യാദന. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ ആരംഭിച്ചു, ആത്മാവിൽ ആരംഭിച്ചു, ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ആത്മീയ ജീവിതം നയിക്കുന്ന ദൈവമക്കളെ, വെറുതെ ഒന്നുമല്ല ഈ കഷ്ടത സഹിക്കുന്നത്. ആമേൻ. ആ കഷ്ടത ഒരു പക്ഷേ ആരും കാണുന്നില്ലായിരിക്കാം, ആരും അറിയുന്നില്ലായിരിക്കാം. നിന്റെ ഹൃദയത്തിനകത്തളങ്ങളിൽ കടന്നു വരുന്ന മുറിവുകൾ ആർക്കും കാണാൻ പറ്റുന്നില്ലായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആ മുറിവുകളെ കാണുന്ന ഒരുവന് നിങ്ങളിൽ അധിവസിക്കുന്നു. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആ മുറിവുകളെ കെട്ടുക, ആശ്വാസം പകരുക, കഷ്ടതയുടെ നടുവിൽ പ്രത്യാശ നൽകുക ആ ദൈവത്തിന് കഴിയുമെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ്. റീബാന ശബനബലബലബ അന്തുനാ രഗദലഗജാര ശൗഡബലഗദലജാര ശ്രീയാദന. അതുകൊണ്ട് ആരും വിചാരിക്കരുത് എൻ്റെ ചില ദിവസങ്ങൾ വെറുതെ നഷ്ടപ്പെട്ടു. ഇല്ല. പ്രൈസല്ലോ. ഹല്ലേലൂയ.
അതുപോലെ ദുഃഖത്തിലും വേദനയും രോഗത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കാം. പ്രൈസലോ, വെറുതെ നഷ്ടപ്പെട്ടതൊന്നും അല്ല. ഹല്ലേലൂയ. അവിടെ ഒരു ഹീലിംഗ് ദൈവം തന്നിട്ടുണ്ട്. ഹീലിംഗ് മാത്രം തരികയല്ല, അവിടെ ദൈവം ഹൃദയമായിട്ട് ഇടപെട്ടിട്ടുണ്ട്, ഹൃദയമായി സംസാരിച്ചിട്ടുണ്ട്. ആ ദൈവശബ്ദമാണ് ഇന്ന് പകൽക്കാലം നമ്മളെ നിർത്തിയിരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചന ശക്തമായിട്ട് നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുകയാ. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഓ റാബാന ശബനാദാരാദാന അംദുനാ രഗബലഗദലഗ ജീവലബലബലബലബല ശൗഡബലഗദലഗ ജീവഖാലഗദലജാരസ്യാദന. ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ക്രൂശിൽ കടന്നുകൊണ്ട് പറഞ്ഞു, തെറ്റലസ്റ്റായി, ഹല്ലേലൂയ, സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞുവെങ്കിൽ ആ കാൽവരി ക്രൂശിൽ അവൻ യാഗമായതിനപ്പുറത്ത് ഒരു ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയും നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമില്ലെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. അതിന് തെറ്റിദ്ധരിക്കരുത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു പ്രവൃത്തി, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആമേൻ, രക്ഷിക്കപ്പെടുവാൻ ആമേൻ ഒരു ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തി വേണ്ട. പ്രൈസ് ദി ലോർഡ്. അതിന് വിശ്വാസം മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വിശ്വാസത്താൽ നിറയപ്പെട്ട് ആത്മാവിൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ, നമ്മുടെ മുറിവുകളെ ആമേൻ കർത്താവ് ആത്മാവിന്റെ സഹായത്തോടെ കെട്ടുമ്പോ ആമേൻ നമ്മൾ അനേകരുടെ മുറിവുകളെ ആമേൻ കെട്ടുന്നവരായി തീരണമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം വെറുതെയൊന്നും അല്ല ഈ കഷ്ടത സഹിക്കുന്നത്, വെറുതെയൊന്നും അല്ല ഈ മുറിവുകൾ ഏൽക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നീ മുറിവുള്ളവനായിട്ട് ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്നുവെങ്കിൽ നീ അറിയാതെ ഒരു വലിയ സൗഖ്യം നിന്റെ ജീവിതത്തിൽ നൽകി തന്ന് ആമേൻ, പ്രൈസ് ദി ലോർഡ്, അനേകരുടെ മുറിവുകളെ കെട്ടുവാൻ നിന്നെ ദൈവം ഉപയോഗിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. അവസാനത്തെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചു, വെറുതെ അത്ര എന്ന് വരികിൽ, വെറുതെ അത്ര എന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എന്തിനെ തന്നു? ആത്മാവിനെ തന്നു. നിങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്തു? വീര്യപ്രവൃത്തികൾ ചെയ്തു. ആമേൻ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ? പ്രൈസ് ദി ലോർഡ്. ഇത് മനസ്സിലാക്കുന്നുണ്ടോ ദൈവമക്കളെ? ആത്മാവിൽ ആരംഭിച്ചുവെങ്കിൽ, ആത്മനിയന്ത്രിതമായി ചലിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, കഷ്ടതകളുടെ നടുവിലും ആത്മാവിന്റെ ഹീലിംഗ് നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ, ആമേൻ, ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിങ്കൽ പകർന്നു നൽകി അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള ദൈവത്തിന്റെ വചനം ഇവിടെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുക, വീര്യപ്രവർത്തികളെ ചെയ്യുക മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്ക് വേണ്ടി സ്വർഗത്തിന്റെ മഹിമ വിട്ട് താണലോകത്തിലേക്ക് കടന്നു വന്ന് ഏറ്റവും വലിയ അത്ഭുതം ചെയ്ത ഒരുവനെയാണ് ഞാൻ സേവിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ശരീരത്തിലാകട്ടെ മനസ്സിലാകട്ടെ ഏതെങ്കിലും ഒരു അത്ഭുതം ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവമക്കളെ, വചനത്തിന് വിളിച്ചു പറയുവാനുള്ളത്, നിങ്ങളിൽ അധിവസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ, ഹല്ലേലൂയ, നിങ്ങളിൽ അധിവസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. അത് വിശ്വാസത്താലാണ്, അത് വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രാപിച്ചെടുക്കേണ്ടതെന്ന് വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, നമ്മളിൽ അധിവസിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, ആമേൻ, നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. അതിനുവേണ്ടി ഒരു പ്രവൃത്തി, ആമേൻ, ഹല്ലേലൂയ, അല്ല, മറിച്ച് അതിനുവേണ്ടി വിശ്വാസം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ആത്മനിയന്ത്രിതം എന്ന് പറയുമ്പോൾ ആത്മനിയന്ത്രിതമായിട്ടുള്ള ജീവിതം, ആത്മനിയന്ത്രിതമായ സംസാരം, നിയന്ത്രിതമായ പ്രവൃത്തി, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വചനത്തിന് പറയുവാനുള്ളത്, ഇന്ന്
ഇന്നു പകൽക്കാലം വീര്യപ്രവൃത്തി ചെയ്യുക, അത്ഭുതങ്ങളെ ചെയ്യുക ദൈവത്തിന്റെ ആത്മാവിന് ആമേ കഴിയുമെന്ന് ഹൃദയത്തിനകത്ത് വിശ്വസിക്കുക. ദൈവമക്കളെ കഴിയുന്നുവെങ്കിൽ ആമേൻ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിനകത്ത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകി തന്നവൻ അവനോടുകൂടെ ആമേൻ ഇതൊക്കെയും നൽകി തരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം വെളിപ്പെടേണ്ട വിടുതലുകൾ മറഞ്ഞിരിക്കുകയല്ല. ആത്മാവിന്റെ സഹായത്തോടെ ആ വിടുതലുകൾ വെളിപ്പെട്ടു വരുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണുകളും അടഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ പൊന്മുഖത്തേക്ക് നോക്കിയാട്ടെ. വചനത്തിന് പറയുവാനുള്ളത് യേശു കർത്താവിന്റെ പ്രമാണത്തിൽ നിന്ന് നമ്മൾ വഴുതി പോകുന്നവരായി തീരരുത്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അവിശ്വസിക്കുന്നവരായി തീരരുത്. ആ കാൽവരി ക്രൂശ് നമുക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആ യാഗത്തിൽ നമ്മൾ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ചുവെങ്കിൽ, ദൈവത്തിന്റെ ഭവനക്കാരായി തീർന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മൾ ആമെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ആമൻ ഇനിയും എൻ്റെ രക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നല്ല. ആമൻ ഇന്ന് പകൽക്കാലം ലഭിച്ച രക്ഷയ്ക്കകത്ത് ആത്മാവിന്റെ സഹായത്തോടെ ആത്മീയ സന്തോഷം അനുഭവിച്ച് കഷ്ടതകളുടെ നടുവിൽ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ വിശ്വാസത്തിൽ മുന്നേറിക്കൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ജീവിതത്തിനകത്ത് കാണുവാൻ പ്രാപിച്ചെടുക്കുക നമുക്ക് ഓരോരുത്തർക്കും ഇടവരണമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുകയാ. ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ രക്ഷ. ഇനി വെളിപ്പെടുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുന്നേക്കും. ഹല്ലേലൂയ. പിന്നെ ജീവനോട് ശേഷിക്കുന്ന ഞാൻ കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ളത് ദൈവത്തിന്റെ വചനം പറയുന്ന ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ. അത് സംഭവിക്കുവാൻ പോകുന്നു. ആത്മാവിന്റെ സഹായത്തോടെ നമ്മളെ തന്നെ ഒരുക്കാമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. കണ്ണുകളടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. റീബാന ശേഖവന തുരാധികാരകത്യാര അംദുനാരകബദലക ജാരക സംദന രാജസിയാദന. നിങ്ങൾ ലോകത്തിൽ വലിയ വലിയ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഓ റിഗവന ശംദന രാജസിയാദന. വലിയ വലിയ ശബ്ദങ്ങൾ ഈ മൈക്രോഫോണിൽ കൂടെ കേൾക്കുന്ന ശബ്ദം ഒരു പക്ഷേ നിങ്ങളുടെ കർണപുരങ്ങൾക്ക് ആമേ സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ള ശബ്ദമായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്തിലെ ശബ്ദങ്ങളൊക്കെ അരോചകമായി നമുക്ക് തോന്നാം. എന്നാൽ ഒരു ശബ്ദം വെളിപ്പെടുവാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേ. പ്രൈസ് ദി ലോർഡ്. ആ ശബ്ദം വെളിപ്പെടുമ്പോ, ഹല്ലേലൂയ, റീബാന ഹംദുനാ രഗദലഗജാര. അകത്തളങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവുള്ളവര്, അകത്തളങ്ങളിൽ പുനരുത്ഥാനത്തിന് ശക്തി വ്യാപരിക്കുന്നവര്, ഹല്ലേലൂയ, രൂപാന്തരപ്പെടുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ ഒരു കാര്യം പറഞ്ഞു നിർത്തട്ടെ. ഈ ആത്മീയ ജീവിതം വെറുതെ അല്ല കേട്ടോ. വെറുതെ സമയം കളയുന്നതല്ല ആത്മീയ ജീവിതം. ഇതിനകത്ത് കഷ്ടത ഇല്ലെന്നല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വെള്ളിയാഴ്ച ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് കഷ്ടതയെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇതിനകത്ത് കഷ്ടതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എളിയവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. അകത്തും പുറത്തും എല്ലാം കഷ്ടതയാണ്, പക്ഷെ എളിയവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. മക്കദോനിയ സഭയ്ക്ക് മുഴുവൻ കഷ്ടതയാ. ആമേൻ. എന്ന മക്കദോനിയ സഭയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നമുക്ക് കൃപ ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആത്മീയ ജീവിതം വെറും നഷ്ടമാണെന്ന് ആരും വിചാരിക്കരുത്. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ ഇല്ല. ഇതിനകത്തേക്കാൾ ലഭിക്കുന്ന വലിയ സന്തോഷം വേറെ ലോകത്തിലില്ല. ഇതിനേക്കാൾ വലിയൊരു ആനന്ദം വേറെ ഇല്ല. ആമേ. നമ്മുടെ കാതുകൾ എപ്പോഴും ഓരോ ദിവസവും ആമെ കൂർപ്പിച്ച് ആമെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് എന്തിനു വേണ്ടിയാ? ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് അധിവസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് അതിനുവേണ്ടി നമ്മളെ ഒരുക്കുകയാ. അതുകൊണ്ട് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ.